ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് SCRT 10ാം ക്ലാസ്സിലെ ബയോളജി പാഠഭാഗമായ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ ഭാഗം 2. രോഗാണു പ്രവേശനം തടയാനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ പ്രതിരോധശേഷി അഥവാ ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത്. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ വരിക, അല്ലെങ്കിൽ നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാവുക. അപ്പൊ അതിൻ്റെയൊക്കെ കാരണം പരിശോധിക്കാനുള്ള ടെസ്റ്റാണ് എന്ത്? APTT അഥവാ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രക്തസാമ്പിളുകളിൽ പ്രത്യേക റിയേജന്റുകൾ ചേർക്കുന്ന സമയത്ത് എത്ര സെക്കൻഡ് കൊണ്ടാണ് രക്തം കട്ട പിടിക്കുന്നത് എന്ന് കണ്ടെത്തുന്ന ഒരു ടെസ്റ്റും കൂടിയാണ് എന്ത്? ഈ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സാധാരണ മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 30 മുതൽ 40 സെക്കൻഡ് വരെയാണ്. ഈ ഒരു പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവ്, അവയുടെ പ്രവർത്തനം ഒക്കെ ഈ പരിശോധന വഴി നമുക്ക് അറിയാൻ സാധിക്കും. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മനുഷ്യരിൽ മുറിവുണ്ടാവുന്ന സമയത്ത് സാധാരണഗതിയിൽ 2 മുതൽ 7 മിനിറ്റ് വരെയാണ് രക്തസ്രാവം ഉണ്ടാവുക. അതുപോലെ തന്നെ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ രക്തം കട്ട പിടിക്കുകയും ചെയ്യും. 2 to 7 മിനിറ്റ്സ് വരെയാണ് എന്തുണ്ടാവുക? രക്തസ്രാവം, ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? രക്തം കട്ട പിടിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ നിലയ്ക്കാത്ത രക്തസ്രാവമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനുള്ള കാരണം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. അടുത്തതാണ് മുറിവുണങ്ങൽ അഥവാ വൂണ്ട് ഹീലിംഗ്. ഇതും നമ്മുടെ ശരീരത്തിന്റെ ഒരു രോഗപ്രതിരോധ സംവിധാനമാണ്. വീങ്ങൽ പ്രതികരണം, രക്തം കട്ട പിടിക്കൽ എന്നിവയ്ക്ക് ശേഷമുള്ള ഘട്ടമാണ് ഇത് മുറിവുണങ്ങൽ എന്ന് പറയുന്നത്. മുറിവുണ്ടാകുമ്പോൾ നാശമായതും നഷ്ടപ്പെട്ടതുമായ കലകൾക്ക് പകരം അതേപോലുള്ള കലകൾ രൂപപ്പെടുന്നു. ഓക്കെ, മുറിവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ടിഷ്യൂസ് ഒക്കെ ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെയുള്ള സെൽസ് ഒക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. പകരം അതേപോലെയുള്ള കലകളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ രൂപപ്പെടുന്നത്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ എന്തുണ്ടാവും? മുറിവുള്ള അടയാളം ഉണ്ടാകില്ല. എന്നാല് അതേപോലെയുള്ള കലകളല്ല, അതിന് പകരം യോജക കലകളാണ് മുറിവുണക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? മുറിവടയാളം ഉണ്ടായിരിക്കും. അതായത് മുറിവുണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ടിഷ്യൂസ് ഒക്കെ ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിന് പകരം പുതിയ കലകൾ അവിടെ രൂപപ്പെടും. പുതിയ കലകൾ രൂപപ്പെടുന്നത് അതേപോലെയുള്ള കലകൾ തന്നെയാണെങ്കിൽ, അവിടെ നശിപ്പിക്കപ്പെട്ടു പോയ കലകൾ ഏതാണോ അത് തന്നെയാണ് പുതുതായിട്ട് രൂപം വരുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? മുറിവുണ്ടായ അടയാളം ഉണ്ടാവില്ല. പകരം യോജക കലകളാണ് മുറിവുണക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ആ മുറിവിന്റെ അടയാളം ഉണ്ടായിരിക്കും. മുറിവിലൂടെയുള്ള അണുബാധ മുറിവുണങ്ങൽ സാവധാനത്തിലാക്കുന്നു. ശക്തമായ രോഗപ്രതിരോധ സംവിധാനം മുറിവുണങ്ങൽ വേഗത്തിലാക്കി രോഗാണുബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. ഇനി സ്റ്റേജസ് ഓഫ് വൂണ്ട് ഹീലിംഗ്, അതായത് മുറിവുണങ്ങുന്നതിന്റെ സ്റ്റേജസ് ഏതൊക്കെയാ നോക്കി നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഹീമോസ്റ്റാസിസ്. ഒന്നാമത്തെ സ്റ്റേജ് ആണ് ഹീമോസ്റ്റാസിസ്. അതിൽ വരുന്ന 2 ഘട്ടങ്ങളാണ് വാസോ കൺസ്ട്രിക്ഷൻ, അതുപോലെ കൊയാഗുലേഷൻ. വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നതാണ്, അതായത് ആ മുറിവേറ്റ ഭാഗത്തുള്ള ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നതാണ് എന്ത്? വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതിന് വരുന്ന രണ്ടാമത്തെ സ്റ്റേജ് ആണ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ ബ്ലഡ് ക്ലോട്ടിംഗ്. ഓക്കെ, അതായത് അഗ്രഗേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഫൈബ്രിൻ ടു ഫോം ത്രോംബസ് ഓർ ബ്ലഡ് ക്ലോട്ട്. അപ്പൊ ബ്ലഡ് ക്ലോട്ടിന്റെ എന്താണ്? ത്രോംബസ് എന്നാ പറയാം. ഓക്കെ, അതായത് ആ മുറിവേറ്റ ഭാഗത്തുള്ള പ്ലേറ്റ്ലെറ്റ്സും അതുപോലെ ഫൈബ്രിൻ ഒക്കെ കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? ത്രോംബസ് ഓർ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. അതാണ് ഹീമോസ്റ്റാസിസിൽ വരുന്നത്. രണ്ടാമത്തതാണ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷനിൽ വരുന്നതാണ് എന്ത്? വാസോ ഡയലേഷൻ. വാസോ ഡയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് വികസിക്കുന്നതാണ് എന്ത്? വാസോ ഡയലേഷൻ. അപ്പൊ എൻസൈംസും അതുപോലെ WBCയും ഒക്കെ ആ ഭാഗത്തേക്ക് എത്തുന്നു ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ ഇൻഫ്ലമേഷൻ. ഓക്കെ, ദെൻ മൂന്നാമത്തെ പ്രോസസ് ആണ് എന്ത്? പ്രൊളിഫറേഷൻ. പ്രൊളിഫറേഷനിൽ വരുന്നതാണ് ആൻജിയോജെനിസിസ്.
ആൻജിയോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഗ്രാനുലേഷൻ ടിഷ്യൂ, അതായത് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡാമേജ്ഡ് ടിഷ്യൂസിന് പകരം മറ്റുള്ള ടിഷ്യൂസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആൻജിയോജെനസിസ് എന്ന് പറയുന്നത്. അതുപോലെ കൊളാജൻ, അതിന്റെയൊക്കെ പ്രൊഡക്ഷൻ എപ്പോഴായിരിക്കും നടക്കുക? ഈ പ്രൊളിഫറേഷൻ ടൈമിലായിരിക്കും നടക്കുക. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? മെച്ചുറേഷൻ. മെച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ റീജനറേഷൻ ബൈ കൊളാജൻ ഫോർ റീഗെയിനിങ് ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് സ്കിൻ ഇലാസ്റ്റിസിറ്റി. അതാണ് എന്ത്? മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് എന്തിൽ വരുന്നത്? വൂണ്ട് ഹീലിംഗ്, സ്റ്റേജസ് ഓഫ് വൂണ്ട് ഹീലിംഗിൽ വരുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് പ്രോസസ് ആണ് എന്ത്? പനി അഥവാ ഫീവർ, ഒരു പ്രതിരോധ പനി, ഒരു പ്രതിരോധ പ്രവർത്തനം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ സാധാരണ താപനില എന്ന് പറയുന്നത് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പൊ ശരീരത്തിന്റെ താപനില സാധാരണ നിലയിലും ഉയരുന്ന അവസ്ഥയാണ് എന്ത്? പനി എന്ന് പറയുന്നത്. പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രതിരോധമാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ രോഗാണുക്കൾക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ രോഗാണുക്കൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയയൊക്കെ ചില ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കും, വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ആ വിഷവസ്തുക്കള് ഈ ശ്വേതരക്താണുക്കൾ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും, ഉത്തേജിപ്പിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ഉണ്ടാവുക? ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉയരാൻ കാരണമാവുന്നു. അങ്ങനെ ബോഡി ടെമ്പറേച്ചർ ഉയർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ രോഗാണുക്കൾക്ക് അവിടെ പെരുകാൻ പറ്റില്ല. ഓക്കെ, അതിന്റെ റീപ്രൊഡക്ഷൻ റേറ്റ് എന്താവും? കുറയുന്നു. പിന്നെ ഫാഗോസൈറ്റോസിന്റെ ഫലപ്രാപ്തി കൂട്ടുന്നു. ഓക്കെ, അതാണ് എന്ത് വരുന്നത്? പനിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തതാണ് ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ബോഡി ഡിഫൻസ് ആണ്. ഓക്കെ, രോഗാണുക്കള് അതിന്റെ സവിശേഷതകളൊന്നും പരിഗണിക്കാതെ തന്നെ എല്ലാ രോഗാണുക്കളും നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ രോഗാണുക്കൾ എത്തുന്നോ ആ രോഗാണുക്കളെ ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതിനെയാണ് നമ്മൾ പൊതുവായിട്ടുള്ള പ്രതിരോധം അഥവാ നോൺ സ്പെസിഫിക് ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത്. രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ തന്നെ എല്ലാ രോഗാണുക്കൾക്കും എതിരെ ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതാണ് നമ്മൾ എന്ത് പറയാ? പൊതുവായ പ്രതിരോധം അഥവാ നോൺ സ്പെസിഫിക് ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത്. ഈ പൊതുവായിട്ടുള്ള ആദ്യം ഉണ്ടാകുന്നത് ഏതായിരിക്കും? പൊതുവായിട്ടുള്ള പ്രതിരോധമായിരിക്കും, നോൺ സ്പെസിഫിക് ബോഡി ഡിഫൻസ് ആയിരിക്കും. ബോഡി എപ്പോഴും അതിനെ ഡിഫൻസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇതും ഭേദിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന രോഗാണുക്കൾ ഉണ്ടായിരിക്കും. ആ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിയുന്നു, അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അത് ചെയ്യുന്നത് ആരാണ്? ലിംഫോസൈറ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെത്തുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ആരാണ്? ലിംഫോസൈറ്റ് ആണ്. അങ്ങനെ ലിംഫോസൈറ്റുകൾക്ക് അങ്ങനെ പ്രത്യേകം തിരിച്ചറിയാൻ കാരണം എന്താണ്? അത് ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡീസ് ആണ്. ഓക്കെ, അപ്പൊ ലിംഫോസൈറ്റ് എന്ന പോരാളി ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ഒക്കെ നമുക്ക് എന്ത് പറയാം? ആന്റിജൻസ്. ആന്റിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിൻ ബോഡീസ് ആണ്. അത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവാം, അല്ലെങ്കിൽ അലർജിക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന പാർട്ടിക്കിൾസ് ആവാം, പൊടി അതൊക്കെ ആവാം, പ്ലസ് അത് രോഗാണുക്കളും ആവാം. അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആന്റിജൻസ് എന്ന് പറയാം. ഓരോ ആന്റിജന്റെയും ഘടന തിരിച്ചറിഞ്ഞ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി അവയെ നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് ആർക്കുള്ളത്? ലിംഫോസൈറ്റിനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് പറയാം? പ്രത്യേക പ്രതിരോധം അഥവാ സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയാം. ഓരോ ആന്റിജന്റെയും ഘടന മനസ്സിലാക്കും, അതിനെതിരെ പ്രവർത്തിക്കും, അതിനെ നശിപ്പിക്കും. അതാണ് ആരുടെ പണി? ലിംഫോസൈറ്റിന്റെ പണി. ഓക്കെ, ഇനി ലിംഫോസൈറ്റുകൾ എന്ന ശ്വേതരക്താണുക്കളാണ് ഇങ്ങനെ സ്പെസിഫിക് ഡിഫൻസിലൂടെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ലിംഫോസൈറ്റുകളാണുള്ളത്. അവ അസ്ഥിമജ്ജയിലാണ്, ബോൺ മാരോയിൽ വെച്ചാണ് അവ രൂപപ്പെടുന്നത്. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ളത്? അത് ബി ലിംഫോസൈറ്റും അഥവാ ടി ലിംഫോസൈറ്റും. ഓക്കെ, ബി ലിംഫോസൈറ്റ് പാകപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചാണ്. ബി ലിംഫോസൈറ്റ് പാകപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചും ടി ലിംഫോസൈറ്റ് പാകപ്പെടുന്നത് തൈമസ് ഗ്ലാൻഡ്, കുട്ടികളിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് ഇത് തൈമസ് ഗ്ലാൻഡ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോസ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഏത് ലിംഫോസൈറ്റ് പാകപ്പെടുന്നത്? ടി ലിംഫോസൈറ്റ് പാകപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ലിംഫോസൈറ്റുകൾ നമ്മുടെ ശരീരത്തിലെത്തുന്ന ആന്റിജനുകളെ നശിപ്പിക്കുന്നത്. അതിലെ ബി ലിംഫോസൈറ്റുകൾ നോക്കി നോക്കാം. ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ അവ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവയാണ് ആന്റിബോഡികൾ. അപ്പൊ ആന്റിബോഡികൾ കെമിക്കലി എന്താണ്? പ്രോട്ടീൻസ് ആണ്. ആന്റിബോഡീസ് എന്താണ്? കെമിക്കലി ദേ ആർ പ്രോട്ടീൻസ്.
അപ്പൊ എങ്ങനെയാണ് ഈ ആന്റിബോഡികളെ നശിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ്സ്? ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ഈ ബാക്ടീരിയയ്ക്ക് ചുറ്റും എന്തുണ്ടായിരിക്കും? പ്ലാസ്മ മെംബ്രെയിൻ, കോശസ്തരം ഉണ്ടായിരിക്കും. ആ കോശസ്തരത്തെ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, പിന്നെ ബാക്ടീരിയ എന്തായിപ്പോവും? ചത്തുപോകും. ഓക്കെ, ഡെഡായിപ്പോവും. അപ്പൊ ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. രണ്ടാമത്തത് ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. ആന്റിജനുകൾ എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർവീര്യമാക്കുന്നു. മൂന്നാമത്തത് എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ള ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. അതാണ് ബി ലിംഫോസൈറ്റുകൾ ചെയ്യുന്നത്. അതേപോലെ മറ്റൊന്നാണ് എന്ത്? ടി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റുകൾ എന്താ ചെയ്യുന്നത്? മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ബാക്കിയുള്ള പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ടി ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നില്ല? ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ബി ലിംഫോസൈറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുള്ളൂ. ടി ലിംഫോസൈറ്റ് ഹെൽപ്സ് ബി ലിംഫോസൈറ്റ് ടു പ്രൊഡ്യൂസ് ആന്റിബോഡീസ്. ഓക്കെ, ടി ലിംഫോസൈറ്റുകള് ബി ലിംഫോസൈറ്റുകളെ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. സോ ടി ലിംഫോസൈറ്റ്സ് നമുക്ക് എന്ത് പറയാം? ഹെൽപ്പർ സെൽസ് എന്നും പറയാം. ഓക്കെ, ഹെൽപ്പർ സെൽസ് എന്നും ടി ലിംഫോസൈറ്റ്സിനെ പറയാം. പിന്നെ ഈ ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും എന്താണ്? നാച്ചുറൽ കില്ലർ സെൽസ് ആണ്. ഓക്കെ, നാച്ചുറൽ കില്ലർ സെൽസ് ആണ്. ഇനി രക്തവും പ്രതിരോധ പ്രവർത്തനങ്ങളും. ഇതിലെ രക്തത്തിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രതിരോധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന്, ശരീരോഷ്മാവ് ഉയർത്തുന്നു. അതുപോലെ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. മുറിവുണങ്ങാൻ സഹായിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫാഗോസൈറ്റോസിസ്. പിന്നെ വരുന്നത് വീങ്ങൽ പ്രതിരോധം. രക്തം കട്ടപിടിക്കൽ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ രക്തം എന്ത് ചെയ്യുന്നത്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നത്. ശരീരോഷ്മാവ് ഉയർത്തുന്നു, ഫാഗോസൈറ്റോസിസ്, വീങ്ങൽ പ്രതികരണം, മുറിവുണങ്ങാൻ സഹായിക്കുന്നു, രക്തം കട്ടപിടിക്കൽ, അതുപോലെ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരം വീഡിയോസ് കൂടുതലായി ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്